മേയറുടെ ഓഫീസ് ഇടപെട്ടാലും ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള പലതരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞതാണ്, ഇപ്പൊ എന്റെ വോട്ട് മാത്രമല്ല, അതായത് മുട്ടട വാർഡിനകത്തുള്ള പലർക്കും ഇന്ന് വോട്ടില്ല. AKG സെന്ററിനകത്ത് ഫോം ചെയ്ത് വന്നിരിക്കുന്ന ആരുടെയൊക്കെയോ ബുദ്ധിയിൽ നിന്ന് ഉണർന്നു വന്നിരിക്കുന്ന ചിന്താഗതികളാണ് ഇത്തരത്തിൽ വോട്ട് വെട്ടിക്കളഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് സ്ഥാനാർത്ഥികൾ ജയിക്കില്ല, അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികൾ മത്സരിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. അല്ല, മറ്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും തന്നെ ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വരുന്ന നിയമസഭയിൽ അലയടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. പറഞ്ഞ ആൾക്കാർക്ക് മടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അത് തെരഞ്ഞെടുപ്പിനെ നന്നായി റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. വൈഷ്ണ, ഇപ്പോ വിജയത്തിന് ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇങ്ങനെ പ്രേക്ഷകരോട് പറയാൻ എന്താ ഉള്ളത് ആദ്യം തന്നെ? അല്ല, വിജയത്തിന് ശേഷം വളരെ സന്തോഷമുണ്ട്. ഞാൻ അന്നത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ സന്തോഷവും അതിലുപരിയായിട്ട് കൂടെ അഭിമാനമുള്ളൊരു സമയമാണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ജനാധിപത്യം വിജയിക്കും എന്നുള്ളത് നമ്മുടെ ഇലക്ഷനിലൂടെ നമുക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒത്തുനിന്ന് ഒത്തൊരുമയോടെ ഫൈറ്റ് ചെയ്ത് ജയിച്ച് എല്ലാവർക്കും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ റിസൾട്ടാണ് നമ്മുടെ ഈ ഒരു ജയം. അതുപോലെ ഇപ്പോ സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് വൈഷ്ണ വാശിയോടെ നേടിയ വിജയം എന്നാണ്. കാരണം ആദ്യഘട്ടത്തില് സ്ഥാനാർത്ഥിത്വം പോലും അനിശ്ചിതത്തിൽ നിൽക്കുകയായിരുന്നു. വോട്ടർ പട്ടിക പേരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ അതിജീവിച്ച ഘട്ടം ഇപ്പൊ ഓർക്കുന്നുണ്ടോ? അല്ല, ഇതിപ്പം പറഞ്ഞ പോലെ എന്റെ മാത്രം ജയമല്ല. കാരണം ഏതൊരു പ്രശ്നം വന്നാലും ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയും പോലെ ഒരുമിച്ച് നിന്നതിന്റെ റിസൾട്ടാണിത്. ഞാൻ ഒരാള് കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമുക്ക് കോടതിയിൽ മൂവ് ചെയ്യാനായിട്ടുള്ള അതിന്റെ സഹായങ്ങൾ ചെയ്ത ആളുകളുണ്ട്, നമ്മുടെ പാർട്ടിപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്ത ആളുകളുണ്ട്, ഫാമിലി പരമായിട്ടുണ്ട്, നമ്മൾ അവിടെയുള്ള നാട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ഈ കഴിഞ്ഞ 13-ാം തീയതി അറിഞ്ഞ ഇലക്ഷൻ റിസൾട്ട്. അത് മത്സരിച്ചതിനെ തുടർന്നിട്ടായാലും നമുക്ക് മത്സരിക്കാൻ പറ്റിയത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. ജയിക്കാൻ പറ്റിയത് അതേപോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട്. അതിപ്പം വൈഷ്ണയുടെ ജയമല്ല, ഇത് മുട്ടടയിലുള്ളവരും പിന്നെ അതിന് പുറത്തും പാർട്ടിയിൽ ഉള്ളവരുടെയും എല്ലാവരുടെയും ഒത്തൊരുമയുടെ ജയമാണ്. ഇപ്പൊ വാർത്തകളിൽ കണ്ടിരുന്നു, പിന്നെ ആര്യ രാജേന്ദ്രന്റെ ഓഫീസൊക്കെ ഇതിൽ ഇടപെട്ടിരുന്നു വൈഷ്ണയുടെ സ്ഥാനാർത്ഥി ഇല്ലാതാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അത് ശരിയായിരുന്നു ശരിക്കും? അല്ല, ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഈ വോട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പല മീഡിയാസിനോടും ഇലക്ഷൻ വരെ നമ്മളൊരു കാൻഡിഡേറ്റ് ആണ്. അപ്പൊ നമ്മള് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇലക്ഷൻ സമയത്ത് നമ്മൾ രാഷ്ട്രീയം പറയുന്നില്ല എന്നുള്ളൊരു നിലപാടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, മേയറുടെ ഓഫീസ് ഇടപെട്ടാലും ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള പലതരത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞതാണ്, ഇപ്പൊ എന്റെ വോട്ട് മാത്രമല്ല, അതായത് മുട്ടട വാർഡിനകത്തുള്ള പലർക്കും ഇന്ന് വോട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുട്ടട വാർഡിനകത്ത് മാത്രമല്ല, തൊട്ടടുത്ത വാർഡുകൾ ഉൾപ്പെടെ വരുന്ന തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് പല വാർഡുകളിലും വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഭരിക്കുന്ന പാർട്ടിക്കെതിരായി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ടാണ്, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ന്യൂട്രലായിട്ട് ചിന്തിക്കുന്ന വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ എടുത്തു വെച്ച് നമ്മളൊന്ന് അനാലിസിസിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള AKG സെന്ററിനകത്ത് ഫോം ചെയ്ത് വന്നിരിക്കുന്ന ആരുടെയൊക്കെയോ ബുദ്ധിയിൽ നിന്ന് ഉണർന്നു വന്നിരിക്കുന്ന ചിന്താഗതികളാണ് ഇത്തരത്തിൽ വോട്ട് വെട്ടിക്കളഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് സ്ഥാനാർത്ഥികൾ ജയിക്കില്ല, അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികൾ മത്സരിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ള സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. അത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അങ്ങനെയല്ല. ജനങ്ങൾ, അതായത് കേരളത്തിൽ അങ്ങറ്റം ഇങ്ങറ്റമുള്ള സാധാരണക്കാരായിട്ടുള്ള മലയാളികൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും സത്യം എന്താണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്ക് എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വളരെ നന്നായി അറിയാം. വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്.
അപ്പൊ അതനുസരിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ വൈഷ്ണ മത്സരിച്ച ജയിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കില്ലേ വൈഷ്ണക്കെതിരെ ഇത്രയും വലിയൊരു നീക്കം നടന്നിട്ടുണ്ടാവുക? അല്ല, മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം മുട്ടട ജനറൽ വാർഡാണ്. അപ്പൊ ജനറൽ വാർഡ് പോലൊരു സ്ഥലത്ത് വെറും 24-കാരിയായ ഒരു വിദ്യാർത്ഥിനിയായിട്ടുള്ള എന്നെ പാർട്ടി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണമല്ലോ. മുട്ടട വാർഡ് എന്ന് പറയുന്നത് ഞാനും അച്ഛനും അമ്മയെല്ലാം ജനിച്ചു വളർന്ന വാർഡാണ്. ഞങ്ങളുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ഫാമിലി ഫ്രണ്ട്സും പരിചയക്കാരും ഞാൻ ജനിച്ചു വളർന്നപ്പോൾ മുതൽ എന്നെ എടുത്തുകൊണ്ട് നടന്നവരും ഒക്കെ തന്നെയാണ് ഈ മുട്ടട വാർഡിനകത്തുള്ളത്. അപ്പോ നമുക്ക് അങ്ങനെ അതിനകത്ത് വളരെ വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ ഇതൊക്കെ ആയിരിക്കാം ഇതിന്റെ കാരണം. ഞാൻ പക്ഷേ ഈ ഒരു വോട്ട് വെട്ടിയതിനെ തുടർന്ന് വരുമ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവർക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കാം ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം, പലരുടെയും വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ വാർഡുകളിലും അങ്ങനെയുള്ള ഒരു ശതമാനം ആളുകളെങ്കിലും ഉണ്ട്. ഒരു ചുരുങ്ങിയ ഒരു ശതമാനക്കണക്കാണ് എങ്കിൽ പോലും അത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള മൗലിക അവകാശമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതെല്ലായിടത്തും തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇപ്പോഴും അത് ആരും അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ ഉൾപ്പെടെ ആരും സീരിയസ് ആയി കേരള സർക്കാർ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ട് എന്നുള്ളത് സാധാരണക്കാർ ചോദിക്കും. അത്തരം ചോദ്യം ചെയ്യലുകൾ ഇനിയും ഉണ്ടാകും. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും അത് സാധാരണക്കാർ ചോദിക്കും. വരുന്ന നിയമസഭയിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില കമന്റുകൾ എന്ന് പറയുന്നത് ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരത്തിനുള്ള അല്ലെങ്കിൽ അവർ കാണിച്ചൊരു ധാർഷ്ട്യത്തിനുള്ള അടിയാണ് വൈഷ്ണയുടെ വിജയം എന്നാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അങ്ങച്ചം ഇങ്ങച്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, മറ്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലായിടത്തും തന്നെ ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വരുന്ന നിയമസഭയിൽ അലയടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും. അത് ഈ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ആയിരിക്കും ഇത്തരത്തിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയത്. എന്നാൽ ആര്യ രാജേന്ദ്രൻ ആ സമയത്ത് മേയറായിരുന്നു. മേയറെ പോലെ ഒരാൾ എന്തുകൊണ്ടായിരിക്കും വൈഷ്ണയെ ഇത്ര ഭയന്നിട്ടുണ്ടാവുക? അതൊക്കെ അവരുടെ ഇന്റേണൽ ഇഷ്യൂസ് ആണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായി അറിയില്ല. ഈ പറഞ്ഞ പോലെ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളും അവരുടെ പാർട്ടിക്ക് അകത്ത് വരുന്ന ഇന്റേണൽ ഇഷ്യൂസും അതിനകത്ത് വരുന്ന കൺഫ്യൂഷൻസും ഒക്കെ തന്നെ ആയിരിക്കും അതിന്റെ കാരണങ്ങൾ. അത് നമുക്ക് കൂടുതലായി അറിയില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് തന്നെയാണ്. ഭരണം കൈവിട്ടു പോകുമോ അല്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള വേവലാതികൾ കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പോകുന്നത്, ഇത്തരത്തിലുള്ള ആശയങ്ങൾ അവർക്കുള്ളിലേക്ക് വരുന്നത്. അത് വെച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും തിരുവനന്തപുരം അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കുക? അല്ല, തിരുവനന്തപുരം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, തികച്ചും ഭരണവിരുദ്ധ വികാരം നിറഞ്ഞു നിൽക്കുകയാണ് നിലവിലെ സാഹചര്യത്തില്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മടുത്തു എന്നുള്ള രീതിക്കാണ് ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് മടുത്ത് എന്നുള്ള ആ ഒരു രീതിക്കാണ് അവർ മുൻപോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതി, മാറി വരട്ടെ എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം പേരും. അപ്പൊ അതിന്റെ എല്ലാം റിസൾട്ട് ആയിട്ട് തന്നെയായിരിക്കും ഈ കഴിഞ്ഞ ഇലക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു തിരുവനന്തപുരംകാരി എന്ന നിലയിൽ കൂടി ആര്യ രാജേന്ദ്രൻ എന്ന മേയറെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പൊ ആളുകൾ പറയുന്നതൊക്കെ സത്യമായിരിക്കും, എന്താണ്? അല്ല, ഒരു വ്യക്തിയെ വിലയിരുത്താൻ ഇപ്പൊ ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. പക്ഷെ ഒരു തിരുവനന്തപുരം നഗരസഭ മേയർ എന്നുള്ള നിലയിൽ എവിടെയൊക്കെയോ വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം. ആളുകളുടെ ഒരു സംസാരമാണ്. അതെ, ആ വ്യക്തിയെ വിലയിരുത്താൻ ഞാൻ ആരുമല്ല. കാരണം തിരുവനന്തപുരം നഗരസഭ മേയറാണ് ഞാൻ, നിലവിൽ കൗൺസിലർ ആയ ഒരു ആളാണ്. അപ്പോ വിലയിരുത്താൻ നമ്മൾ ആരുമല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൺസിഡർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, അതായത് അവരാഗ്രഹിക്കുന്ന പോലെ കൺസിഡർ ചെയ്യപ്പെട്ടിട്ടില്ലാത്തതിന്റെ ഒരു വിഷമം അവർക്കുണ്ട്. അത് തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല, മൊത്തത്തില്. അതിൻ്റെതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വോട്ടുകളിലൂടെയാണല്ലോ അത് ആ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് നമ്മൾ എന്തായാലും നേരിൽ കണ്ടു കഴിഞ്ഞല്ലോ. ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു ആകാംക്ഷ നൽകുന്ന ഒരു വിജയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് മുന്നോട്ട് നിങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് അത് തരുന്ന ഒരു ആവേശം എത്രത്തോളം ഉണ്ട്? തീർച്ചയായും. കാരണം UDF ഒന്നടങ്കം ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചതിന്റെ റിസൾട്ടായാണ് നമുക്ക് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പില് ജനങ്ങളിൽ നിന്നും ഇത്തരം വലിയൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയൊരു റിസൾട്ടാണ്, വളരെ വലിയൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഇനി മുന്നോട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളം UDF ഭരിക്കുന്ന തരത്തിലേക്കായിരിക്കും പോവുക. എല്ലാവരുടെ കൂടെയും ഞങ്ങൾ ഉണ്ടാകും.
അതിന്റെ പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിനുള്ള മുന്നൊരുക്കത്തിലാണ്. എങ്കിലും തിരുവനന്തപുരത്ത് BJP-യുടെ ഒരു വിജയം അത് ഏവരിലും ഒരു ഭയം ഉണർത്തുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ വിജയം നല്ലതാണെങ്കിൽ കൂടി എല്ലാവരും പറയുന്നത് തിരുവനന്തപുരത്തേക്ക് BJP എത്തിയ ഒരു വിജയത്തെ കുറിച്ചാണ്. അത് ശരിക്കും ഭയപ്പെടേണ്ട ഒന്നാണോ? അല്ല, അത് നഗരസഭ ഇപ്പോ കൊണ്ട് കൈകളിലേക്ക് വെച്ചു കൊടുത്തതിന് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പറഞ്ഞില്ലേ, ആൾക്കാർക്ക് മടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ നന്നായി റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. UDF സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൾക്കാർക്ക് മടുത്തു എന്നുള്ളതാണ് സത്യം.